മധ്യപ്രദേശ് മുഖ്യമന്ത്രി കമൽനാഥിന്റെ ബന്ധുക്കളുടെ വീടുകളിൽ ആദായനികുതി വകുപ്പിന്റെ റെയ്ഡ് നടക്കുന്നു. ഇൻഡോറും ഗോവയും ഉൾപ്പെടെ 50 ഇടങ്ങളിൽ റെയ്ഡ് തുടരുകയാണ്. പരിശോധന മുഖ്യമന്ത്രിയുടെ അനന്തിരവൻ റതുൽപുരി അടക്കമുള്ളവരുടെ വസതിയിൽ പുലർച്ചെ ആരംഭിച്ച പരിശോധന ഇപ്പോഴും തുടരുന്നു. വിവരങ്ങളുമായി സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, ഇപ്പോൾ കമൽനാഥിന്റെ ബന്ധുക്കളുടെ വീടുകളിൽ റെയ്ഡ് നടന്നിരിക്കുകയാണ്. എന്ത് അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു റെയ്ഡ് നടന്നിരിക്കുന്നത്? എന്തെങ്കിലും രേഖകൾ പിടിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? പ്രിയ, കമൽനാഥിന്റെ ബന്ധുക്കളുടേതല്ല, കമൽനാഥിന്റെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ഉദ്യോഗസ്ഥന്റെ വസതി അടക്കം 50 സ്ഥലങ്ങളിലാണ് ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തിയിരിക്കുന്നത്. റെയ്ഡ് ഇന്ന് പുലർച്ചയോടുകൂടി ആരംഭിച്ചു. ഈ കമൽനാഥിന്റെ OSDയെ കൂടാതെ വ്യവസായ പ്രമുഖരായ അതുൽപുരി കൂടാതെ മറ്റ് പ്രമുഖ ബിസിനസ് സ്ഥാപനങ്ങൾ അമര ഗ്രൂപ്പ്, മൊത്തർ ബയർ തുടങ്ങിയവരുടെ സ്ഥാപനങ്ങളിലും റെയ്ഡ് ഉണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം ലഭിക്കുന്ന ഒരു പ്രകാരം മധ്യപ്രദേശിൽ തന്നെ 2 സ്ഥലങ്ങളിലാണ് ഭോപ്പാലിലും ഇൻഡോറിലും റെയ്ഡ് നടക്കുന്നത്. ഭോപ്പാലിലെ ഈ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയുടെ OSD ആയ പ്രവീൺ ഖക്കറിന്റെ ഭോപ്പാലിലെ വസതിയും അദ്ദേഹത്തിന്റെ തന്നെ ഇൻഡോറിലെ ഓഫീസിലും ഒരേ സമയം റെയ്ഡ് നടക്കുന്നുണ്ട്. ഇത് കൂടാതെയാണ് ഗോവയിലും ഡൽഹിയിലെ പല ഓഫീസുകളിലും റെയ്ഡ് നടക്കുന്നത്. ഡൽഹിയിലെ 35 സ്ഥലങ്ങളിലാണ് റെയ്ഡ് നടക്കുന്നതെന്നാണ് ആദായ നികുതി വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഗോവയിലും ഏകദേശം 15ഓളം സ്ഥലങ്ങളിൽ റെയ്ഡ് നടക്കുന്നുണ്ട്. ഇങ്ങനെ 300ഓളം ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ഇതിൽ പങ്കെടുക്കുന്നു. ക്രമവിരുദ്ധമായി പണം സ്വരൂപിച്ച വ്യവസായ പ്രമുഖരെ ലക്ഷ്യമിട്ടാണ് റെയ്ഡ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏറ്റവും അവസാനം ഭോപ്പാലിലെ വ്യവസായ പ്രമുഖനായ പ്രതീക് ജോഷിയുടെ വസതിയിൽ നടത്തിയ റെയ്ഡിൽ നിന്നും കണക്കിൽപ്പെടാത്ത തുക ഇപ്പോൾ ആദായ നികുതി ഉദ്യോഗസ്ഥർ കണ്ടെടുത്തിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങൾ അവർ ഇപ്പോൾ പുറത്ത് കാണിക്കുന്നുണ്ട്. അതായത് കാർഡ്ബോർഡ് പെട്ടികളിലും സൂട്ട് കേസുകളുമായി സൂക്ഷിച്ചിരുന്ന തുകകളാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതേസമയം മധ്യപ്രദേശ് മുഖ്യമന്ത്രിയുടെ ഈ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയുടെ ആയ പ്രവീൺ ഖക്കറിന്റെ വസതിയിൽ നിന്നോ ഓഫീസിൽ നിന്നോ ഏതെങ്കിലും തരത്തിലുള്ള തുക കണ്ടെടുത്തത് സംബന്ധിച്ച് ആദായ നികുതി ഉദ്യോഗസ്ഥർ ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. സന്തോഷ്, ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ രാജ്യവ്യാപകമായി ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് വരും ദിവസങ്ങളിലും തുടരുക തന്നെ ചെയ്യുമെന്നാണോ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത്. കാരണം തെരഞ്ഞെടുപ്പിന് ഇനി ഏകദേശം 5 ദിവസമേ ഉള്ളൂ, ആദ്യഘട്ട വോട്ടെടുപ്പിന്. അങ്ങനെ നിർണായകമായ ഒരു സമയത്താണ് ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തുന്നത്. അതും പ്രത്യേകിച്ച് പ്രതിപക്ഷ കക്ഷികളുമായി ബന്ധമുള്ളവരുടെ വസതികളിലും ഓഫീസുകളുമാണ് റെയ്ഡ് എന്നതാണ് ശ്രദ്ധേയം. ഇപ്പോൾ റെയ്ഡിനായി ഇന്ന് ആദായ നികുതി വകുപ്പ് എത്തിയിരിക്കുന്ന വ്യവസായ പ്രമുഖരെ പരിശോധിച്ചാൽ മനസ്സിലാകും. പ്രത്യേകിച്ച് കോൺഗ്രസുമായിട്ടോ മറ്റ് പ്രാദേശിക കക്ഷികളുമായിട്ടോ അടുത്ത ബന്ധം പുലർത്തുന്നവരാണിവർ. ഇവരുടെ വസ്തുക്കൾ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു റെയ്ഡാണ്. നമുക്കറിയാം, ഇതൊരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടി ഇതിന് പിന്നിലുണ്ട്. നേരത്തെയും തന്നെ കേന്ദ്ര സർക്കാർ ഇത്തരം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്തൊക്കെ പലപ്പോഴും പ്രതിപക്ഷ നേതൃനിരയെ വേട്ടയാടാൻ റെയ്ഡ് നടത്തിയിരുന്നു. കർണാടകയിലാണ് ഏറ്റവും അവസാനം കർണാടകയുടെ കോൺഗ്രസ് നേതാക്കളുടെ വസ്തുക്കളെല്ലാം തുടർച്ചയായി റെയ്ഡ് നടത്തി. ഉത്തർപ്രദേശിലും രാജസ്ഥാനിലുമൊക്കെ തെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അത് മധ്യപ്രദേശിൽ ഏറ്റവും നിർണായകമായ സംസ്ഥാനമാണ്. അവിടുത്തെ മുഖ്യമന്ത്രിയെ തന്നെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിൽ റെയ്ഡ് നടത്തുന്നതിലൂടെ തെരഞ്ഞെടുപ്പിൽ ഒരു മേൽക്കൈ നേടാനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്.